നമസ്കാരം. ഏവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. കുബേരൻ സമ്പത്തിന്റെ ദേവൻ എന്നാണ് വേദ ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. കുബേരന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നു. സാമ്പത്തിക സംബന്ധമായ കാര്യങ്ങളാലും ജ്യോതിഷത്തിൽ നിർദ്ദേശങ്ങളുണ്ട്. പ്രശ്നങ്ങൾ മറികടന്ന് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ ജ്യോതിഷം പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സമ്പത്തിന്റെ ദേവനായ കുബേരനെ ആരാധിക്കാം. പണം കയ്യിൽ വന്നാലും പെട്ടെന്ന് നഷ്ടമാകുന്നു എന്ന തോന്നലുണ്ടെങ്കിൽ കുബേരദേവനെ ഭജിക്കുക. സമ്പത്ത് വീട്ടിലേക്ക് വരാനും അതിൻ്റെ ശരിയായ വിനിയോഗത്തിനും സമ്പത്തിന്റെ ദേവനായ കുബേരനെ പ്രീതിപ്പെടുത്തിയാൽ മതി. കുബേരന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം വീടിന്റെ വടക്ക് ദിശയിൽ സ്ഥാപിച്ച് ദിവസവും ആരാധിക്കുന്നത് ദേവപ്രീതിക്ക് ഉതകും. കുബേരയന്ത്രം നിങ്ങളുടെ അലമാരയിലോ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ വയ്ക്കുന്നതും സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ നല്ലതാണ്. അലങ്കാരമായി മുൾച്ചെടികൾ വീടിനുള്ളിൽ ഉണ്ടാകരുത് എന്നതാണ് രണ്ടാമത്തെ കാര്യം. ജ്യോതിഷപ്രകാരമായാലും വാസ്തുശാസ്ത്ര പ്രകാരമായാലും വീടിനുള്ളിൽ മുൾച്ചെടികൾ വളർത്തരുത് എന്ന് നിർദ്ദേശിക്കുന്നു. കള്ളിച്ചെടികളോ റോസാച്ചെടിയോ പോലുള്ള മുൾച്ചെടികളോ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവൃക്ഷങ്ങളോ വെച്ച് പിടിപ്പിക്കരുത്. വീട്ടിലെ ആളുകളുടെ ആരോഗ്യത്തിനും സമ്പത്തിനും ഇത്തരം ചെടികൾ ശുഭകരമല്ലെന്നാണ് വിശ്വാസം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വടക്ക് കിഴക്കേ കോണുകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ജ്യോതിഷപ്രകാരം വീടിന്റെ വടക്ക് കിഴക്ക് മൂല വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതിനാൽ ഇവിടെ പൂജാമുറി നിർമ്മിക്കാൻ വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ പലരും വീടിന്റെ വടക്ക് കിഴക്ക് കോണിന്റെ പ്രാധാന്യത്തെ മറന്നുകൊണ്ട് ആ ഭാഗം അശുദ്ധമാക്കുന്ന തരത്തിലുള്ള നിർമ്മിതികളും മറ്റും നടത്താറുണ്ട്. ഇത് സാമ്പത്തികമായ പല കാര്യങ്ങൾക്ക് തിരിച്ചടിക്ക് കാരണമാക്കും. അതിനാൽ വീടിന്റെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ശക്തമായി നിലനിൽക്കാൻ വേണ്ടി ഈ ഭാഗങ്ങൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ഇതിലൂടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാവുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം, കുളിമുറിയും കക്കൂസും എപ്പോഴും അടച്ചിടുക. വാസ്തുപ്രകാരം വീടിനുള്ളിലെ കുളിമുറിയുടെയും കക്കൂസിന്റെയും വാതിലുകൾ തുറന്നിടരുത്. കാരണം ഇത് നിങ്ങളുടെ സാമ്പത്തിക നിലയെ ബാധിക്കുകയും കൂടാതെ ആരോഗ്യപരമായ കാരണങ്ങളാലും അത് വളരെ നന്നായിട്ടുള്ള കാര്യമല്ല. മറ്റൊന്ന്, വീട്ടിൽ ചൂല് കാണുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക. അതോടൊപ്പം സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു മൺപാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഭരണിയിൽ ഉപ്പ് സൂക്ഷിക്കുക. ഈ പ്രതിവിധിയുടെ ശുഭഫലം നിലനിർത്താൻ ആ പാത്രത്തിൽ നിന്നും ഇടയ്ക്കിടെ ഉപ്പ് മാറ്റുന്നത് നല്ലതാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തുമെന്നാണ് ജ്യോതിഷപരമായ വിശ്വാസം. ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. സമ്പത്തിന്റെ ദേവനായ കുബേരനെ ആരാധിക്കുക. അലങ്കാരമായി മുൾച്ചെടികൾ വീടിനുള്ളിൽ വയ്ക്കുന്നത് ഒഴിവാക്കുക. വടക്ക് കിഴക്കേ കോണിൽ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വീടിന്റെ വടക്ക് കിഴക്ക് മൂല വളരെ പ്രാധാന്യമുള്ള ആരാധ്യമായ സ്ഥലമാണ്. അതിനാലാണ് ഇവിടെ പൂജാമുറി നിർമ്മിക്കുന്നത്. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് കുളിമുറിയും കക്കൂസും എപ്പോഴും അടച്ചിടുക. അതുപോലെ തന്നെ വീട്ടിൽ ചൂല് കാണുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക. ഇതും പ്രാധാന്യമുള്ളതാണ്. അതിനോടൊപ്പം ഉപ്പ് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു മൺപാത്രത്തിൽ വെക്കുക. ഇതും വളരെ പ്രാധാന്യമുള്ളതാണ്. ഇവയൊക്കെ ശ്രദ്ധിച്ചു പോന്നാൽ സമ്പത്തും ഐശ്വര്യവും ജീവിതത്തിലുണ്ടാകുമെന്നാണ് ജ്യോതിഷ വിശ്വാസം. ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.